വാക്കിൽ നെഹ്റുവും മനസ്സിൽ സവർക്കറയും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല. വെറും രണ്ടാം ക്ലാസ് മലയാളം അല്ലാതെ വേറെ ഒന്നും നാവിൽ വരില്ല. വാക്കിൽ നെഹ്റുവും മനസ്സിൽ സവർക്കറയും സൂക്ഷിച്ചു. നന്നായിട്ട് അറിയാമായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ആ കസേരയിരിക്കുന്നേ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അറിയാം. അതും ശരിയാ. കേരളത്തിൻ്റെതായ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ മനസ്സിനെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ സതീശന്റെ നാവിൽ വാക്കിൽ നെഹ്റു. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. അതാണ് ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് കുഞ്ഞിക്കൂനലിൽ ദിലീപ് പറയുന്നത് പോലെ പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നാണ്. വായിൽ നെഹ്റുവിയൻ ലെഫ്റ്റ്, നാക്കിൽ വാക്കിൽ നെഹ്റുവിയൻ ലെഫ്റ്റ്, മനസ്സ് നിറയെ സവർക്കർ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PM നിയാസിന് സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ചെല്ലാൻ ഇതുവരെ കിട്ടിയില്ല പോലും പെർമിഷൻ. ഞാൻ കാത്തു നിൽക്കണമെന്നാണ് PM നിയാസ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ കിട്ടി RV ബാബുവിനും ശശികലയ്ക്ക്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ വാക്കിൽ നാക്കിൽ നെഹ്റു, മനസ്സ് നിറയെ സവർക്കർ. അതാണ് സവർക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി പണ്ട് തലകുനിച്ചു നിന്നത്. എന്നെയൊക്കെ തീറ്റി പൂച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു.